പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദിനത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങൾ നമുക്ക് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വചനം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്തു പറയണമെന്നോ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്നാൽ നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. അതിന് നാമം മൂലം നിങ്ങൾ സർവ്വരാലും രക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് സുവിശേഷ പ്രഘോഷണം നടത്തി ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി അയക്കുമ്പോൾ അവർക്കൂടെ ചില വാണിങ്ങുകളാണ്, മുന്നറിയിപ്പുകളാണ്. അപ്പം അത് തിരസ്കരിക്കാതെ അവർ മുന്നോട്ട് പോകണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. കാരണം അവർ പോകുന്നത്, സുവിശേഷ പ്രഘോഷണത്തിന് പോകുന്നവർക്കുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ സഹനങ്ങളെയും എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും കണ്ടിട്ടാണ് ഈശോ സംസാരിക്കുക. അപ്പോൾ ഈശോ പറയുന്ന വഴി അങ്ങ് പോയാൽ മതി. അപ്പോൾ ഈശോയുടെ ആത്മാവ് നിറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശോ പറഞ്ഞു തരികയാണ്. ഹൃദയം സൂക്ഷിക്കണം. ഒന്ന്, ചെന്നായ്ക്കളുടെ ഇലയിലേക്ക് ചെമ്മരിയാടുകൾ എന്നപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ശിഷ്യനാരാണ്? ചെമ്മരിയാടാണ്. അവന് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് പോകുന്നത്. കണ്ടുമുട്ടുന്ന മുഴുവൻ ചെന്നായ്ക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മയുടെ സ്വാധീനമുള്ള പൈശാചിക ശക്തി, മൃഗങ്ങളുടെ സ്വഭാവമുള്ള ഒരുപാട് തിന്മ നിറഞ്ഞ ആളുകളിലേക്ക് ഇങ്ങനെ പോകുന്നത്. എന്തും പ്രതീക്ഷിക്കുക. ചെന്നായെ സംബന്ധിച്ചത് എന്തോ അത് കടിച്ചു കീറുന്നോ, മറ്റുള്ളവർ പ്രത്യേകിച്ച് മനുഷ്യനെ അവരുടെ ചെമ്മരിയാടിനെ കണ്ടു കഴിഞ്ഞാൽ അത് കടിച്ചു കീറുന്ന സ്വഭാവമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പറയാണ്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. വിവേകവും നിഷ്കളങ്കതയും ഒരുമിച്ച് വേണം. നിഷ്കളങ്കത തന്നെ പോരാ, വിവേകവും വേണം. വിവേകം നല്ല, അതായത് സർപ്പങ്ങളെപ്പോലെ വിവേകമതികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. നല്ല ജാഗ്രത വേണം നിങ്ങൾക്ക്. അതേസമയം നിങ്ങൾ വിശുദ്ധിയിലായിരിക്കണം. ഒരിക്കലും പാപത്തിൽ ഇരിക്കരുത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തിന്മ കൊണ്ടല്ല വിജയം നേടേണ്ടത്, കൃപ കൊണ്ടാണ് വിജയം നേടേണ്ടത്. നമ്മളോട് വചനം പറയുകയാണ്, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിക്കുക, അതുപോലെ സമയം സർപ്പത്തെപ്പോലെ വിവേകികളാക്കുക. അത് എവിടെയും ശത്രുവിൻ്റെ ഒരു ഇടപെടൽ, അത് ദുഷ്ടാരൂപികളുടെ ഇടപെടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടുത്താനും ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ദൈവവചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ ചെന്നായ്ക്കളുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾ പല ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. തിന്മയുടെ പ്രവർത്തനം പലതരത്തിൽ, അത് ഏത് രീതി വേണമുണ്ടോ. നിങ്ങൾ കുടുംബത്തിനെതിരെ വരാം, പ്രിയപ്പെട്ടവർക്കെതിരെ വരാം, ശുശ്രൂഷകർക്കെതിരെ വരാം, നിങ്ങളുടെ ചിന്തകൾക്കെതിരെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെതിരെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിവേകത്തോടെ കാണും. അപ്പോൾ എല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ സ്വഭാവം തന്നെയാണ്. ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നില്ല, ലോകത്തെ വിശ്വസിക്കരുത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത്. ലോകത്തെ ഒരിക്കലും വിശ്വസിക്കരുത്. ലോകത്തെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:23-24 പറയുന്നത്. ഈശോ ജെറുസലേമിൽ ജെറുസലേം വെച്ച് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് അനേകർ അവന് വിശ്വസിച്ചു. എന്നാൽ അവനാകട്ടെ ആരെയും വിശ്വസിച്ചില്ല. കാരണം അവരിലുള്ളതെല്ലാം ഈശോ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പം വീണ്ടും വചനം പറയുകയാണ്, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും.
അപ്പോൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾ ലോകത്ത് വേറെ സൂക്ഷിക്കാൻ പറയുന്നില്ല, പലപ്പോഴും നമ്മൾ മറ്റു പല സൂക്ഷിക്കാൻ പറയും, പക്ഷെ മനുഷ്യരെ സൂക്ഷിക്കാൻ പറഞ്ഞു ഈശോ. മനുഷ്യന് തിന്മ കൂടിയിരിക്കുന്നത് ഈശോയ്ക്കറിയാം. ജെറമ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞു മനുഷ്യൻ്റെ ഹൃദയം തിന്മ നിറഞ്ഞതാണ്, അത് അന്ധകാരം നിറഞ്ഞാണ്. ജെറമ്യ 17:9-10 പറയുന്നത്, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പം വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. തിന്മയുടെ ഒരു അരൂപി ഉള്ളിലിരുന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിട്ട് പറയാണ്ട് മനുഷ്യരെ സൂക്ഷിക്കണം. അടുത്ത് വീണ്ടും വചനം പറയുകയാണ്, അവർ നിങ്ങൾ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, തങ്ങളുടെ സിനഗോഗുകൾ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും, നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അതായത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവർ. അപ്പോൾ ഈ കർത്താവിൻ്റെ ആത്മാവിനെ നിറഞ്ഞു പോകുന്ന വ്യക്തികളെ പീഡിപ്പിക്കുമെന്നാണോ പറഞ്ഞത്? എല്ലാവരും പീഡിപ്പിക്കുന്നവർ. പേടിക്കൊന്നും വേണം, നല്ലൊന്നും പേടിപ്പാണ്. കടച്ചാൽ നിത്യജീവൻ്റെ വഴിയിലൂടെ പോകുന്നവരെ ലോകം പീഡിപ്പിക്കും. ജീവിതമാണോ വേണ്ടത്? നിത്യജീവിതമാണോ വേണ്ടത്? ജീവനാണോ വേണ്ടത്? നിത്യജീവനാണോ വേണ്ടത്? നമ്മൾ ചിന്തിക്കണം. നിത്യജീവിതം ഈശോ നൽകുന്നത് നിത്യജീവിതമാണ്. മരണാനന്തര സ്വർഗത്തിൻ്റെ ജീവിതം, സ്വർഗീയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ കൃപകൾ തരുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ്, ജീവിതമാണോ നിത്യജീവിതമാണോ വേണ്ടത്? ജീവനാണോ നിത്യജീവിതമാണോ? അപ്പോൾ നിത്യജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് അതാണ് സുവിശേഷം പ്രഘോഷിച്ച് പോകുമ്പോൾ വലിയ പീഡനങ്ങൾ പ്രതീക്ഷിക്കണം. ഈശോ വീണ്ടും പറയാം, അവരുടെയും വിജാതിയുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷി നിൽക്കും. എന്ന് വെച്ചാൽ ഈ സഹനമുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ നിങ്ങൾ സാക്ഷ്യം നൽകാനുള്ള സമയമായി. ഇപ്പോഴാണ് വചനം കൊടുക്കണം, ജീവിതം കൊണ്ട്. ഈശോ ആരാണെന്ന് ഏറ്റുപറയാൻ, ഈശോ ദൈവമാണ്, കർത്താവാണെന്ന് ഏറ്റുപറയാനുള്ള സമയമാണ്. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ കാണേണ്ടത് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് ഏറ്റവും പറ്റിയ മണ്ണായിട്ട്, നല്ല സ്ഥലമായിട്ട് കാണണം. വീണ്ടും വചനം പറയുകയാണ്, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൂടെ പോകും, പേടിച്ചു പോകും. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അറിഞ്ഞുകൂടാ, വിഷമിക്കും. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്നാൽ നിങ്ങളല്ല, നിങ്ങളോട് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. വലിയ വചനമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ഭയപ്പെടേണ്ട. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് പ്രവർത്തിച്ചോളൂ. നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കും. അത് നിങ്ങളുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ അവിടെ പരിശുദ്ധമായി പ്രവർത്തിക്കും. പരിശുദ്ധം പ്രവർത്തിക്കുമ്പോൾ അവർക്കെല്ലാം മാറ്റമുണ്ടാകും, അവിടെ അത്ഭുതമുണ്ടാകും. അപ്പം നിങ്ങൾ വചനമൊക്കെ ഇട്ടിട്ടൊക്കെ പോകുമ്പോൾ, ധ്യാനമൊക്കെ കൂടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചെന്നായ്ക്കളുണ്ടാവും, സർപ്പങ്ങൾ കാണും, അതുപോലെ മറ്റു ശത്രുക്കൾ കാണും. നിങ്ങൾ അവിടെ ഭയപ്പെടണ്ട. നീ സുവിശേഷ അധിഷ്ഠിതമായ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയാണ് നീ എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പോൾ തിന്മയുടെ അരൂപികൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ പേടിക്കേണ്ട, നിന്നിൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കും. അതാണ് വേണ്ടത്. നമ്മൾ പരിശുദ്ധാത്മാവ്, അതുകൊണ്ട് നമ്മുടെ നിഷ്കളങ്കരായി നിൽക്കണം. നിഷ്കളങ്കത പോകരുത്, വിവേകം പോകരുത്, അതുപോലെ ബുദ്ധി എന്നത് ദൈവിക ജ്ഞാനം ഒരിക്കലും പോകരുത്. അങ്ങനെ നിൽക്കണം. അതുപോലെ തന്നെ ആരും വിശ്വസിക്കരുത്, ഹോളി കർത്താവിനെ മാത്രം വിശ്വസിക്കണം. ആ സമയങ്ങളിൽ തിന്മയുടെ അരൂപികൾക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വാതിലും ഉണ്ടാകില്ല. അത് തന്നെ അത് നിങ്ങൾ ഇട്ടിച്ച് പോയിക്കോളൂ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ധകാരശക്തികൾ വിട്ടുപോയിക്കോളും. വീണ്ടും വചനം പറയുക, എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങൾ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരനെയും പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കുക. അവിടെ പറയാണ്, സഹോദരനെയും പുത്രനെയും മരണത്തിന് എന്ത് ചെയ്യുന്നവരെ ഈശോയുടെ വഴിയെ പോകുമ്പോൾ, വിശുദ്ധിയുടെ മാർഗത്തിൽ, നിത്യജീവിതത്തിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ശത്രുക്കളാകാം, നിങ്ങളുടെ സഹോദരങ്ങൾ ശത്രുക്കളാകാം. പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടാൻ പോകണം, വലിയൊരു കൃപ ദൈവം തരാൻ പോകണം, സ്വർഗത്തിൻ്റെ കിരീടം കിട്ടാൻ പോകുക. ഇതൊക്കെ പ്രതീക്ഷിക്കണം. വീണ്ടും വചനം പറയുകയാണ്, സഹോദരനെയും പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. അപ്പോൾ സുവിശേഷത്തിൽ കഴിയുന്നവരെ എതിർക്കുന്നൊരു സംഭവം വരും. അവരെ കൊല്ലാൻ വേണ്ടി പോലും ശ്രമിക്കും. ഇന്ന് ലോകത്തൊക്കെ നടക്കുന്ന പല ക്രിസ്ത്യാനികൾക്കുണ്ടാകുന്ന മതപീഡനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ സത്യമാണ്. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഈശോ കർത്താവാണെന്നും ഈശോ ദൈവമാണെന്നും ജനമധ്യത്തിൽ ഏറ്റുപറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കൊന്നുകളഞ്ഞവരും പീഡിപ്പിച്ചവരും ചെറുതാക്കിയെന്നവരും അന്തസ്സമയം കുടുംബാംഗങ്ങൾ പോലും നിങ്ങളെ മനസ്സിലാക്കില്ല, നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാം. വീണ്ടും വചനം പറയുകയാണ്, എൻ്റെ നാമം മൂലം നിങ്ങളെല്ലാം സർവ്വരാലും ദേഷിക്കപ്പെടും.
ഈശോയുടെ നാമം പറയുന്ന ഒറ്റ ഉണ്ടാകും. ഒരുപക്ഷെ ക്രൈസ്തവ മതത്തിൻ്റെ ഇപ്പോൾ വളർച്ചയാണ്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ സമയമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ശത്രുക്കൾ ചുറ്റുമുണ്ടെന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. കാരണം ഇതാണ്, നമ്മൾ ദൈവനാമം, ഈശോയുടെ നാമം ഏറ്റുപറയുന്നുണ്ട്. ശത്രുക്കളുടെ എണ്ണം വളരെയധികം കൂടാം. വലിയ ശത്രുക്കളൊക്കെ വരാം, വലിയ പീഡനങ്ങൾ വരാം, വലിയ അസ്വസ്ഥതകളൊക്കെ വരാം. അപ്പോൾ എന്തും വരാം, ഏത് തരത്തിലുള്ള പീഡനം ഉണ്ടാകും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദൂഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. രക്ഷപ്പെടണമെങ്കിൽ അവസാനം വരെ സഹിക്കണം എന്ന് പറഞ്ഞു. എന്ത് രക്ഷ എന്താ? നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ കിട്ടാൻ പോകുന്നൊരു വലിയൊരു ആനന്ദമുണ്ട്. പിതാവായ ദൈവത്തോടും പുത്രനായ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയോടും സ്വർഗവാസികളോടും 12 അപ്പസ്തോലന്മാരോടും വിശുദ്ധരോടും രക്തസാക്ഷികളോടും കൂടെ ജീവിക്കാൻ ആ നിമിഷവും സാധിക്കും. അവനാണ് ഇവിടെ ഈ സഹനം എടുത്താലേ അവരോടുകൂടെ മഹത്വത്തിൽ കഴിയാൻ നമുക്കാവുള്ളൂ. സ്തെഫാനോസിൻ്റെ നേരെ കല്ലെറിയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലതുവശത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നതും കാണുക. അപ്പോൾ അവൻ മരിക്കാൻ റെഡിയാകുക. അപ്പോൾ അവൻ അത് കിട്ടും. അപ്പോൾ ഈ സഹനമെടുത്താലേ നമുക്ക് ആ മഹത്വം അനുഭവിക്കാൻ പറ്റുള്ളൂ. അവിടെ പാപത്തിൻ്റെ വഴിയിലോ ഈശോയെ ഉപേക്ഷിച്ചോ തള്ളി പറയുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടും. അതാണ് വചനം പറയിപ്പിക്കുക. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ നാമം മൂലം സർവ്വരാലും നിങ്ങൾ ദേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഏറ്റവും കൂടുതൽ അവസാനം വരെ സഹിക്കുക. ഇടയ്ക്ക് ടച്ച് പോകലുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ അവസാനം വരെ വിശ്വാസത്തെ മുറുകെ പിടിക്കണമെന്ന് ഈ വചനം പറയുക. എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം പറയും, നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. നമ്മുടെ ആദ്യ വിശ്വാസത്തെ, ആദ്യം ഉണ്ടായിരുന്ന ആ വിശ്വാസം, ഈശോയുടെ സ്നേഹം, വിശ്വാസം, ഈശോ കർത്താവാണ് എല്ലായിടത്തും, ആ ഒരു സ്നേഹം അത് അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. വീണ്ടും വചനം പറയുക, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ച് നിൽക്കുന്ന രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകും. അതായത് സുവിശേഷം നിങ്ങൾ ഒരിക്കലും മാറരുത്. വചനത്തിന് മാറ്റം ഉണ്ടാകും. നിങ്ങൾ സാഹചര്യങ്ങൾ മാറിപ്പോയിക്കോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും, നിങ്ങൾ ഓടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുവിശേഷം ഉപേക്ഷിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പട്ടണത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ദൈവവചനം കളഞ്ഞ് ചിലപ്പോൾ അവിടെ പിടിച്ച് ചില സാഹചര്യങ്ങൾ, ചില ജോലി സ്ഥലത്ത്, ചില വീട്ടിൽ, ചില ആളുകളുടെ ഇടയിൽ, ചില രാജ്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വിശ്വാസം കളഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ ചെയ്തേക്കല്ലെന്ന് പറഞ്ഞ് നേരെ മറിച്ച് സ്ഥലം വിട്ട് കളഞ്ഞാലും ജോലി കളഞ്ഞാലും നീ ഒരു വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോകേണ്ടി വന്നാലും ഈ സുവിശേഷം, നിത്യജീവൻ്റെ ഈ ജീവൻ്റെ വചനം അതൊരിക്കലും കളയരുതെന്ന് ബൈബിൾ പറയും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ഉള്ളിൽ വളരെ ആത്മാർത്ഥമായിട്ട് ക്രിസ്തു സ്നേഹം, ദൈവസ്നേഹം വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവസ്നേഹം നിറഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ കർത്താവിനെ ഏറ്റുപറയാൻ നമ്മുടെ ജീവിതം മുഴുവൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഈ വചനങ്ങളൊക്കെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. മർക്കോസ് സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ ഈശോയ്ക്കുണ്ട ഒരു അനുഭവം പറയുന്നുണ്ട്. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ജ്ഞാനമെന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, ജോസേ, യൂദാസ്, ശമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവൻ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. കണ്ടോ, പ്രവാചകനെ കർത്താവിനോട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ചില വിലയില്ലായിരിക്കും, നാട്ടിൽ വില, പ്രിയപ്പെട്ടവരുടെ വിലയില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ അവന് വിലയുണ്ട്. ദൈവരാജ്യത്തിലെ വിലയുള്ളൂ. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന മക്കളും വചനാധിഷ്ഠം ജീവിക്കുന്ന മക്കളും നിനക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ നിനക്ക് വില കിട്ടണല്ലോ. നിൻ്റെ വീട്ടുകാർ, നിൻ്റെ പ്രിയപ്പെട്ടവർ വില. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് വലിയൊരു വിലയുണ്ട്. അതെപ്പോഴും മനസ്സൂക്ഷിക്കണം. അതുകൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയാതെ കർത്താവിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം നേടുക. അതുകൊണ്ട് ഈശോയ്ക്കുണ്ടായ അതേ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും. അത് നമ്മൾ മനസ്സ് സൂക്ഷിക്കണം. അല്ലാതെ നമ്മളൊരിക്കലും സഹനം വരില്ല എന്നൊരിക്കലും കരുതരുത്. ഈശോയിലേക്ക് വരുമ്പോൾ, സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ സഹനം വരില്ല എന്നൊരിക്കലും കരുതരുത്. സഹനമേ വരൂ. 2 കൊരിന്തോസിൻ്റെ 4-ാം അധ്യായം 16, 17, 18 ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടും. ഞങ്ങൾ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയല്ല,
അദൃശ്യമായവയാണ് ഞങ്ങളെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരമാണ്. ഇപ്പം സഹനത്തിൻ്റെ പാതയിലൂടെ പോകേണ്ടി വരും. അപ്പോസ്തലന്മാരെല്ലാം പോയത് അങ്ങനെയാണല്ലോ. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പോയത് സഹനത്തിൻ്റെ പാതയില്ലേ. അങ്ങനെയല്ലേ ഒരു വലിയ നേട്ടം, അവർ സ്വർഗത്തിൽ വലിയ കിരീടമാണ് ഇത്. ഈ ഭൂമിയിൽ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ അതെല്ലാം കൃപയുള്ളതുകൊണ്ടാണ്. എനിക്ക് നിങ്ങൾക്ക് സഹനം ഉണ്ടാകുമ്പോൾ പോകണം, കൃപയുള്ളതുകൊണ്ട്, വിളികൾക്ക് ദൈവം അത് ആ ഒരു പദ്ധതിയിലോട്ട് പോകുന്ന സ്ഥലമുള്ളൂ. ഇപ്പോൾ സ്തെഫാനോസിന് സഹനം ഉണ്ടായി, കാരണം അവൻ കർത്താവിൻ്റെതായതുകൊണ്ട്. പൗലോസിലേക്ക് സഹനം ഉണ്ടായി, കാരണം അവൻ കർത്താവിന് മുഴുവൻ കൊടുത്തുകൊണ്ട്. അത് കൊടുക്കുന്നതിന് കാരണം എന്താ? നിത്യതയിൽ അവർ അതിൻ്റെ ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുക. കിട്ടും, അവർക്ക് ദൈവം കൊടുക്കും. അത് വലിയൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് പൗലോസിലേക്ക് 2 കൊരിന്ത്യസിൻ്റെ 11-ാം അധ്യായത്തിൽ 23 മുതൽ 29 വരെ പൗലോസിയുടെ സഹനം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്, അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ച് വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറേ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, ഒരു രാത്രി ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിരുന്ന് എനിക്ക് അപകടമുണ്ടായി. നഗരത്തിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളാപ്പെടും. വ്യാജ സഹോദരനുള്ള അപകടങ്ങൾക്ക് ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികൾ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. പൗലോസ് പോയ വഴികളാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ വലിയ സഹനങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിന് മുമ്പിൽ അടിപതറാതെ നിൽക്കുന്ന അപ്പസ്തോലന്മാരെയും അടിപതറാതെ നിൽക്കുന്ന രക്തസാക്ഷികളെയും നമുക്ക് മുന്നിൽ കാണണം. അപ്പോൾ കർത്താവ് പറഞ്ഞ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ. അപ്പോഴേ നമുക്ക് ഈശോ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്ത് സാഹചര്യം വന്നാലും സ്നേഹം, നല്ല സാഹചര്യമോ ദൂഷിച്ചോ എന്തോ ഈശോയെ സ്നേഹിക്കാൻ, വചനാധിഷ്ഠം ജീവിക്കാൻ, വിശുദ്ധ വഴിയെ പോകാൻ നമുക്ക് തീരുമാനമെടുക്കാം. എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും തകർച്ചകളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മുറിവുകളും തീരാവ്യാധികളും ബലഹീനതകളും വീഴ്ചകളും പരാജയങ്ങളും അവസ്ഥകളെല്ലാം ഈശോയെ നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ കരുത്താൽ ഞങ്ങളെ സ്പർശിക്കണമേ. അന്ധന്റെ കണ്ണുകളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ കർത്താവേ, 38 വർഷം ബത്സയിദാ കുളത്തിൻ്റെ കരയിൽ കിടന്നവനെ സൗഖ്യപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് പറഞ്ഞയച്ചതുപോലെ കർത്താവേ, നിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ വിലപിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം തരണമേ. ഈശോ, ഉത്തരം തരണമേ. ഈശോയെ, ഉത്തരം തരണമേ. രക്ഷിക്കണമേ. ദുഷ്ടാരൂപികളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സഭയെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ജീവിത പങ്കാളികളും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും ഞങ്ങളുടെ വൈദികർ സന്യസ്തർ സകലരെയും വീണ്ടെടുക്കണമേ. ഈശോ, അങ്ങയുടെ തിരുവിലാവിൽ നൊഴുകുന്ന പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കും നീതാ തിരുവോസ്തിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ.
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ശോ ഹല്ലേലൂയ 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 ശോ ഹല്ലേലൂയ 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 ശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ